നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. വണക്കം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്തിടെ പേട്ട തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അതിനടുത്ത് മേഘ മധുസൂദനൻ എന്ന് പേരുള്ള 25 വയസ്സുകാരിയുടെ ഒരു ആത്മഹത്യ നടന്ന സംഭവം വളരെ ചൂടുള്ളൊരു ചർച്ചാ വിഷയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മേഘ. അപ്പോൾ എല്ലാ ദിവസവും പോലെ ജോലി കഴിഞ്ഞു വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയായിരുന്നു സംഭവം നടന്നത്. IB ഓഫീസർ മേഘയുടെ ആത്മഹത്യ ആലോചിച്ചാൽ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മേഘയുടെ സമ്പാദ്യങ്ങൾ മൊത്തം കാമുകൻ അടിച്ചുകൊണ്ടുപോയി. മാസം ഏതാണ്ട് 500,000 രൂപ ശമ്പളം കിട്ടിയിരുന്ന മേഘയ്ക്ക് പട്ടിണി വരെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ വരെയാണ് ഗൂഗിൾ പേ വഴി മേഘ കാമുകനായ സുഗാന്തിന് കൈമാറിയിട്ടുള്ളത്. ഒടുവിൽ ജീവിതം നശിപ്പിച്ച കാമുകനോട് മറ്റൊന്നും ചെയ്യാനാവാതെ മേഘ റെയിൽവേ ട്രാക്കിൽ തലവെച്ച് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി. മേഘയുടെ അച്ഛൻ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാത്ത ഒരു അവസ്ഥ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ആദ്യം വന്ന വാർത്ത സ്വന്തം കാമുകൻ വേണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് മേഘ ജീവിതം അവസാനിപ്പിച്ചത് എന്നാണല്ലോ. പക്ഷേ മേഘയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിച്ചതോടെ സംഗതികളുടെ ഗൗരവാവസ്ഥ ഞെട്ടുന്ന തരത്തിലുള്ളതാണെന്നാണ് മനസ്സിലാകുന്നത്. വൻ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് മേഘ ഇരയായി എന്നാണ് പറയുന്നത്. മേഘയുടെ കാമുകൻ സുഗാന്ത് പി സുരേഷ് എടപ്പാൾ മലപ്പുറം സ്വദേശിയാണ്. ഇയാളുടെ തട്ടിപ്പ് കഥകളൊക്കെ നമ്മൾക്ക് വഴിയെ സംസാരിക്കാം. ആദ്യം നമ്മൾ മേഘയിലോട്ട് പോകാം. മേഘയിൽ തിരിച്ചു വരുമ്പോഴേക്കും ശമ്പളം ഒക്കെ സുഗാന്ത് കൈക്കലാക്കുന്നത് ഒരു വശം. അതുകൂടാതെ തന്നെ ഇയാൾ മേഘയെ ധാരാളം പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സുഗാന്തിനോടൊപ്പം മേഘ പല പ്രാവശ്യം തിരുവനന്തപുരത്തും കൊച്ചിക്കും ചെന്നൈക്കുമൊക്കെ യാത്ര ചെയ്തിരുന്നതായിട്ട് പോലീസ് അന്വേഷണത്തിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ലവ് ഒക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൽ എന്തിരിക്കുന്നു എന്ന് തോന്നാം. പക്ഷേ ഇവർ യാത്രക്കിടെ സാധാരണഗതിയിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അയാൾ പറയുന്നു, ഇനി നിന്നെ എനിക്ക് ആവശ്യമില്ല എന്ന്. മേഘ ഇവനെ അമിതമായിട്ട് അങ്ങ് വിശ്വസിച്ചു പോയി. സ്വന്തം ശരീരം വരെ ഇയാളുമായിട്ട് പങ്കുവെക്കാനായിട്ട് തയ്യാറായി. ഒരിക്കലും ഇവൻ വിട്ടുപോകില്ല എന്ന് പാവം ആ പെൺകുട്ടി വിചാരിച്ചു. മേഘ ജോലി ചെയ്യുന്ന ട്രിവാൻഡ്രം എയർപോർട്ടിൽ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ 4-5 മാസങ്ങളായി മേഘയ്ക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടിയിരുന്നില്ല എന്നാണ്. ഒരുപാട് ദിവസം അവധിയൊക്കെ മേഘ എടുത്തിരുന്നു. ശമ്പളമൊക്കെ പിടിച്ചു വാങ്ങി പിന്നെ തിരിച്ച് ഒരു കൈ ചെലവിനായിട്ട് 500-1000 രൂപയൊക്കെ ഇയാൾ മേഘയ്ക്ക് കൊടുക്കുമായിരുന്നു. മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന ചാനലിൽ മേഘയുടെ അച്ഛൻ വന്ന് സംസാരിച്ചിരുന്നു. അതിനെ കുറിച്ച് ഭാഗങ്ങൾ കേൾക്കാം. കൂട്ടുകാർ പറഞ്ഞത് അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥ വരെ എത്തിയിരുന്നു. സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞത്? അതെ, അവർ വിളിച്ചവർ തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ അറിയിച്ചിരുന്നു? അങ്ങനെ ഇല്ല, നമ്മളെ ആരും അറിയിച്ചിട്ടില്ല. സാമ്പത്തികം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും ശമ്പളം ഉണ്ടെങ്കിൽ സാമ്പത്തികമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ എവിടെ പോയെന്ന്. പക്ഷേ അവർക്ക് ചിലവിന് ഇത് വേണം, 100 ഇത് വണ്ടിക്കൂലി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി മേടിച്ചു കൊടുക്കും. അപ്പോൾ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലെന്ന് വിചാരത്തിലല്ലല്ലോ. നമ്മൾ പോകുന്നു, മേടിച്ചു കൊടുക്കുന്നു, പോരുന്നു. ഇവിടെ വരുമ്പോൾ വണ്ടിക്കൂലി സാധനം കൊടുക്കാറുണ്ടല്ലോ, അത് അങ്ങ് കൊടുത്തു വിടും. ബർത്ത്ഡേ അവിടെ ഡിസംബർ 9 അവിടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കൂട്ടുകാർ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ലഡു മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ഈ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് കൂട്ടുകാർ എന്തായാലും ഈ സുഗാന്ത് ആള് കൊള്ളാം, നല്ല പരിപാടിയായിരുന്നു. അവന് കാശും കൈനിറയെ പിന്നെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഇയാൾ മേഘയെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു.
ഇവന് വേറെ പെണ്ണും ഉണ്ടായിരുന്നു ഇതേ സമയം. എത്ര പെൺകുട്ടികളാണ് ഇവന് ഇതുപോലെയുള്ള ബന്ധമുണ്ടെന്നൊക്കെ ഇനിയും അതിനെക്കുറിച്ചിട്ട് പലതും പറയുന്നുണ്ട്. സംഭവങ്ങളെല്ലാം മേഘയുടെ മാതാപിതാക്കൾ അറിയുമ്പോൾ വളരെ വൈകിപ്പോയിരുന്നു. മേഘയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ് ഈ സുകാന്തിന് പണം അയച്ച വിവരങ്ങളൊക്കെ വീട്ടുകാർ അറിയുന്നത്. തന്നെ കേട്ടു. അപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ 8-9 മാസം കൊണ്ട് ഈ പൈസകൾ അവൾ ജോലി ചെയ്യുന്ന പൈസകളെല്ലാം കൈപ്പറ്റിയിരിക്കുന്ന അവനാണ്. അതായത് ഇവിടെ അക്കൗണ്ടിലേക്ക് വരുന്നു, നേരെ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു, സുകാന്ത് സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു. അപ്പോൾ ലാസ്റ്റ് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഫുള്ളിരുന്നാണ് ഇത് മൊത്തം പരിശോധിച്ചത്. ഏകദേശം 90 പേജ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. അത് മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര എടുത്ത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുകാന്ത് സുരേഷ് അതായത് ഈ നമ്മൾ പ്രസൻ്റിലി ഈ 3 മാസം ഇത് മാർച്ചല്ലേ, മാർച്ച് മുതൽ അങ്ങോട്ടൊരു 3-4 മാസത്തെ ഫുൾ ശമ്പളം വരുന്ന ദിവസം തന്നെ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. അവൻ പിന്നെ ഒരു പിച്ചക്കാശ് കൊടുക്കുന്നതിൻ്റെ കുട്ടിക്ക് ഒരു 50, 1000, 500, 5000 ഹോസ്റ്റൽ ഫീസ് വരെ അവിടെ പൈസ തന്നെ ഇവക്ക് അയച്ചു കൊടുത്തിട്ട് ഹോസ്റ്റലിൽ കൊടുക്കുക. അതായത് അവളെ ആ ഒരു ശിക്ഷ പോലെ, നമ്മളൊരു ജയിൽ ശിക്ഷ പോണക്ക് കുറേശ്ശെ പൈസ കൊടുത്ത് അവൾക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ കുട്ടി കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും സുകാന്ത് സുരേഷാണ് ഈ മരണത്തിന് ഉത്തരവാദി. അവനെ ഇപ്പോൾ ഞങ്ങളുടെ സംശയം, ഞങ്ങളുടെ കുട്ടിയെ അവൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടും ബാങ്കിങ് സ്റ്റേറ്റ്മെൻറ്റിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉൾപ്പെടെയുള്ള രേഖകളുണ്ട്. നിരന്തരം പിന്നെ എറണാകുളം, തിരുവനന്തപുരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും. സുരേഷ് എടപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹം IB ജോലിക്കാരനാണ്, നെടുമ്പാശ്ശേരി. അദ്ദേഹമായിട്ട് 5-8 മാസത്തിന് മുമ്പുണ്ടായൊരു പ്രണയമാണ് ഈ പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ അവിടെ മരണത്തിൽ. എത്ര കാലം സന്തോഷമായി ജീവിക്കേണ്ട ഒരു കുട്ടിയായിരുന്നു. ഈ പെൺകുട്ടി ഇത്രയും വിവരക്കേട് കാണിച്ചല്ലോ. ഇവനെയൊക്കെ കണ്ണുമടച്ച് വിശ്വസിച്ചു. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. അതും ഒരു ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥ. പക്ഷേ ആ പെൺകുട്ടിക്ക് പ്രേമം തലയ്ക്ക് പിടിച്ചപ്പോഴേക്കും കാമുകൻ്റെ ദുഷ്ടബുദ്ധി മനസ്സിലാക്കാനുള്ള ഇൻ്റലിജൻസ് പോലും ഇല്ലാതായിപ്പോയി. അത് വളരെ കഷ്ടമായിട്ടുള്ളൊരു ദുഃഖകരമായിട്ടുമുള്ളൊരു കാര്യമാണ്. ഇത്രയും ശമ്പളം വാങ്ങിയിട്ടും ആഹാരം കഴിക്കാനുള്ള കാശ് പോലും ഈ കുട്ടിക്ക് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ കാമുകിയെ വെറും ഒരു ലൈംഗിക ഉപകരണമായിട്ട് കാണുന്ന ഒരു മനഃശാസ്ത്രത്തിൻ്റെ കുരുങ്ങിയ ഈ കുട്ടി നിർഭാഗ്യവശാൽ കാമുകനിൽ ഒളിച്ചിരിക്കുന്ന ഈ അജണ്ട തിരിച്ചറിയാനുള്ള വിവേകം പോലും ആ കുട്ടി കാണിച്ചില്ല. മാത്രമല്ല, മക്കളുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ ഉപദേശങ്ങളും മറ്റും അഹങ്കാരത്തോടെ അഹമതിയോടെയും തള്ളിക്കളയാണ് സാധാരണ പെൺകുട്ടികൾ ചെയ്യുന്നത്. കുട്ടി കുറച്ചുകൂടി ബുദ്ധിപൂർവം കാര്യങ്ങളെയൊക്കെ സമീപിച്ചിരുന്നെങ്കിൽ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഈ സുകാന്തിനോട്, മേഘയ്ക്ക് സ്വന്തം മാതാപിതാക്കളോട് ഒക്കെ സംസാരിച്ചിട്ട് കല്യാണത്തിനെ കുറിച്ചിട്ട് ആലോചിക്കാനും കല്യാണം കഴിഞ്ഞിട്ട് മറ്റുള്ള ബന്ധങ്ങളിലോട്ടൊക്കെ പോകാനും അങ്ങനെയുള്ളൊരു ബുദ്ധിയെങ്കിലും കാണിക്കാമായിരുന്നു. ഇതുപോലെ ഇക്കാലത്ത് ഒരുപാട് വഞ്ചനകളും അങ്ങനെയുള്ള ധാരാളം കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒന്നുമില്ലെങ്കിൽ ഒരു 24-25 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് ഓരോരോ തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു. പിന്നെ അച്ഛൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അച്ഛൻ്റെ പേരിൽ ഒരു കാറ് ഈ കുട്ടിക്കായിട്ട് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു. രാത്രി 1:15 മണിക്കൊക്കെ ആ കാറ് ടോളൊക്കെ കടന്ന് പോകുമ്പോഴേക്കും ഫാസ്ടാഗൊക്കെ അതുവഴി ഈ എമൗണ്ട് പോകുമ്പോൾ ഇവരൊക്കെ ചോദിച്ചിരുന്നു കുട്ടിയോട്. കാരണം എല്ലാവരും വീട്ടുകാർ ന്യായമായിട്ടും ചിന്തിക്കുന്നത് കുട്ടി ഹോസ്റ്റലിൽ വല്ലതുമല്ലേ താമസിക്കുന്നത്, അപ്പോൾ കാർ ഇനി ആരെങ്കിലും എടുത്തു കൊണ്ടുപോയതാണോ എന്താണോ എന്നുള്ള വിഭ്രാന്തിയും പരിഭ്രമവും ഒക്കെ വന്ന് അച്ഛൻ ചോദിച്ചപ്പോഴേക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്രയായിരുന്നു എന്നൊക്കെയായിരുന്നു ആ കുട്ടി പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും വീട്ടുകാരെയെങ്കിലും ഈ വിവരങ്ങളൊക്കെ അറിയിച്ചിരിക്കാമായിരുന്നു. ഈ പറയുന്നത് പോലെ ആ സമയത്ത് ഇങ്ങനത്തെ ബുദ്ധിയൊന്നും തോന്നുകയില്ല. കാരണം പ്രേമിക്കുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികൾക്കും ഈ കാമുകന്മാരിൽ ഒരു തെറ്റുകുറ്റങ്ങളോ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്ക് കണ്ണടച്ചിട്ടാണ് ഇവർ ഈ കൂട്ടരെ വിശ്വസിക്കുന്നത്. പിന്നെ അവർക്ക് മാതാപിതാക്കളെന്നോ സ്വന്തക്കാരെന്നോ ബന്ധമെന്നോ യാതൊരു ചിന്തയുമില്ല.
പിന്നെ ആദ്യമൊക്കെ മാതാപിതാക്കൾ കേൾക്കാതെ പറയുന്നതൊക്കെ കേൾക്കാതെ ഇതൊക്കെ എടുത്തു ചാടി ഓരോന്നൊക്കെ ചെയ്തിട്ട് അവസാനം പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ അറിഞ്ഞ് എന്തെങ്കിലും അവർ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഒരു താങ്ങായിട്ടും സപ്പോർട്ടായിട്ടും. അവരെ പോലും അറിയിക്കാതെ ഇങ്ങനെ ഓരോന്ന് വരുത്തി വെച്ച് ഈ നല്ല പ്രായത്തിൽ തന്നെ ഇത്രയ്ക്കും നല്ല ജോലിയും എത്ര പേരാണ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടൊരു നല്ല ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതും. അതൊക്കെ ഈ പെൺകുട്ടിക്ക് ലഭിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു ചിന്ത തോന്നിപ്പോയത് വല്ലാത്തൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി കേട്ടപ്പോഴേക്കും. പിന്നെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ പല സംഭവങ്ങളും എന്നും നമ്മൾ ഓരോന്ന് പുതിയതായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ഒന്ന് ഉൾക്കൊണ്ടിട്ട് ഭാവിയിൽ ഇതുപോലെ ഒരു മണ്ടൻ തീരുമാനമൊക്കെ എടുത്ത് ആത്മഹത്യക്ക് ശ്രമിക്കാതെ ഇതിൽ നിന്നുമൊക്കെ വെളിയിൽ വന്ന് നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുക. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി അവരോടും ഈ കുട്ടികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവർ സന്തോഷമായിട്ടിരിക്കുന്നതാണ് നമ്മളുടെ സന്തോഷം എന്നുള്ളൊരു ചിന്തയെങ്കിലും ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു വിവേചന ബുദ്ധിയും ഇതൊക്കെ നേരിടാനുള്ള ഒരു മനസ്സിൻ്റെ കരുത്തും ഉണ്ടാകട്ടെ. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഇനിയും വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റ്സ് എന്ത് തന്നെയാലും ആത്മാർത്ഥമായിട്ട് അത് കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.